വിരസമായ ആ ദിനത്തിൽ എൻ്റെ സഹോദരതുല്യനായ ജെയ്സന്റെ ഫോൺ വന്നു. ചേട്ടാ, നമുക്ക് മീൻ പിടിക്കാൻ പോയാലോ? തെല്ലം നമ്പരൊന്നും ഞാൻ സംശയിച്ചു. കാരണം എൻ്റെ കയ്യിൽ മീൻ പിടിക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും തന്നെ ഇല്ല. എങ്കിലും ആ ആശയം കൊള്ളാമെന്ന് എനിക്ക് തോന്നി. 5:15 കൂടിയാണ് യാത്ര ആരംഭിച്ചത്. നേരെ പോയതാകട്ടെ ബിനുരാജിൻ്റെ വീട്ടിലേക്ക്. ബിനുരാജിന് സ്ഥിരമായി ഒരു തൊഴിലുണ്ടെങ്കിൽ പോലും പഠിച്ച് പ്രാവീണ്യം നേടിയ മേഖലയിൽ ഇപ്പോഴും സൈഡ് ബിസിനസ് എന്നോണം സേവനമനുഷ്ഠിക്കുന്നുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആ വാഹനത്തിലും കുറച്ച് പാത്രങ്ങളും മറ്റും കിലുങ്ങുന്നതായി തോന്നിയപ്പോഴാണ് അദ്ദേഹം ഒരു കാറ്ററിംഗ് സർവീസ് കൂടി നടത്തുന്നുണ്ട് എന്നോട് ജെയ്സൺ പറഞ്ഞത്. സമയം കളയാതെ യാത്ര ആരംഭിച്ചു. യാത്രക്കിടയിൽ ചാരം മൂടിക്കിടന്ന അവരുടെ പൂർവ്വകാല മീൻപിടുത്ത എൻ്റെ സാന്നിധ്യത്തെ തുടർന്ന് വീണ്ടും ജ്വലിക്കാൻ തുടങ്ങി. ഓരോ കഥകളും രസച്ചരടിൽ ചേർത്തുകൊണ്ട് ജെയ്സൺ വർണ്ണിച്ചപ്പോൾ എനിക്ക് ആവേശം കൂടി എന്ന് തന്നെ പറയാം. ജെയ്സൺ ആലപ്പുഴക്കാരനാണ്, ബിനുരാജാകട്ടെ തൊടുപുഴക്കാരനും. ഞങ്ങൾ മൂവരും ചേർന്നാണ് ഇന്നത്തെ യാത്ര. മത്സ്യബന്ധനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തിലേക്കെത്താൻ കുറച്ച് നടന്നേ മതിയാവും. ഒരുപക്ഷെ ഇതിനു മുമ്പ് അവിടെ വനാന്തരീക്ഷമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അവിടെ എല്ലാം വൃത്തിയാക്കി സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഒറ്റയടി പാതയിലൂടെയുള്ള യാത്ര കുറച്ച് ക്ലേശകരമാണെങ്കിൽ പോലും ഞങ്ങളുടെ ആവേശം ഞങ്ങൾ കെടുത്തിയില്ല. മുന്നിൽ ബിനുരാജാണെങ്കിൽ പിന്നിൽ ജെയ്സൺ ആയിരുന്നു. അതിനും പിന്നിലായിരുന്നു എൻ്റെ സഞ്ചാരം. കാരണം യാത്ര ഓരോന്നോരോന്നായി ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു എൻ്റെ നടത്തം. അപായ സൂചനകൾ നൽകിക്കൊണ്ടായിരുന്നു ജെയ്സന്റെ ഓരോ കാൽവെപ്പും.
അങ്ങനെ ഞങ്ങൾ കാത്തുനിന്ന ആ തീരത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. പിന്നെ ഞങ്ങൾ മീൻപിടുത്തത്തിനായി സ്വയം സജ്ജമായി. ഓരോരോ കാര്യങ്ങൾ ഓരോരോ ക്രമത്തിൽ എന്നോണം അവർ ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തം: ഇവരെ തമ്മിൽ കോർത്തിണക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ മത്സ്യബന്ധനമാണ്. ആദ്യത്തെ 3 മിനിറ്റുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിരസമായിരുന്നു. കാരണം വേലിയിറക്കത്തിൻ്റെ സ്വഭാവത്തിൽ ഞങ്ങളിടുന്ന ചൂണ്ടകളെല്ലാം കല്ലിലുടക്കി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു. സീസൺ അല്ലാഞ്ഞിട്ട് കൂടി ഈ പ്രാവശ്യം ഇവിടെ സന്ദർശിക്കുന്നത് ഒരു പരീക്ഷണാർത്ഥമാണ്. മത്സ്യബന്ധനത്തിനുള്ള സമയം ആകുന്നതേയുള്ളൂ. ഇവർ രണ്ടുപേരും ചൂണ്ടയുമായി മത്സരിച്ച് ഏറി തുടങ്ങിയെങ്കിലും എനിക്ക് ചൂണ്ടയില്ലാത്തതിനാലും ചിത്രീകരണത്തിൻ്റെ താല്പര്യമുള്ളതുകൊണ്ടും ഞാൻ ചുറ്റുപാടുകൾ ചിത്രീകരിച്ചു.
അതിനിടയിൽ ജെയ്സൺ അവിടെ നിന്ന് എന്നെ കൂകി വിളിച്ചു, ചേട്ടാ അടിച്ചു കേട്ടോ. അപ്പോഴാണ് അതിൽ 2 മത്സ്യങ്ങൾ പിടിച്ചിരിക്കുന്നതായി കണ്ടത്. ജെയ്സന്റെ ആദ്യത്തെ ക്യാച്ചോടുകൂടി ഞങ്ങളിൽ അല്പം ആവേശം വന്നു എന്നുള്ളത് സത്യം തന്നെ. വീണ്ടും ആവേശത്തോടുകൂടി കടലിലേക്ക് ചുഴറ്റി ഒരു ഏറ്. പിന്നീട് ഇവർ 2 പേരും ഒരു മത്സരബുദ്ധിയോടുകൂടി മീനുകളെ വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നു. സമയം കുറച്ചേ ഉള്ളൂ. സൂര്യൻ അസ്തമിക്കാറായി. തിരിച്ചു പോകണം. പക്ഷേ മത്സ്യം തുടരെ കിട്ടുന്നതിനാൽ പോകാനും മടിയുണ്ട്. വേലിയേറ്റ സമയത്തും വേലി ഇറക്ക സമയത്തുമാണ് ധാരാളം മീൻ ലഭിക്കുക. ഇരുവരും മത്സ്യം പിടിക്കുന്ന ആവേശത്തിലായിരുന്നപ്പോൾ എൻ്റെ ചിന്തകൾ എൻ്റെ തറവാട്ടുകുളത്തിലേക്ക് കൊണ്ടെത്തിച്ചു. പായൽ മാറി നിൽക്കുന്ന ഭാഗത്തെ കൂട്ടമായി ജലോപരിതലത്തിൽ വായും പൊളിച്ചു നിന്ന് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന പിലോപ്പികളുടെ കൂട്ടമാണ് എനിക്കപ്പോൾ ഓർമ്മ വന്നത്. അതിനെ പിടിക്കാനായി മുളക്കമ്പും ടൈങ്കീസും കുളത്തുമായി പങ്ങി കുളക്കടവിലേക്ക് പോകുന്നതും കിളച്ചു മറിച്ച് മണ്ണിരയെ പിടിച്ച് ടൈങ്കീസിനോട് ചേർത്ത് ബന്ധിപ്പിച്ചിരിക്കുന്ന ഹുക്കിലേക്ക് മെല്ലെ ഒന്ന് കോർത്തുകൊണ്ട് കുളത്തിലേക്ക് എറിയുന്നതും അത് കണ്ടുവരുന്ന എൻ്റെ ഇളയ കൊച്ചാപ്പൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിയും ചെവിക്ക് നല്ല കിഴുക്കും കിട്ടുന്നതാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത്. എങ്കിലും മീൻപിടുത്തം ഒരു ഹരം തന്നെയാണ്. പലപ്പോഴും തല്ലാൻ ഓടിച്ചിടുമ്പോൾ ഉടുതുണിയും പറിച്ചുകൊണ്ടുള്ള ആ ഓട്ടം അത് അതിലേറെ രസമുള്ള ഒരു കാഴ്ചയാണ്. ഇവർ പിടിച്ചു കൊണ്ടുവരുന്ന ഓരോ മത്സ്യത്തിനെയും ബക്കറ്റിലേക്ക് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം. പുള്ളോക്ക് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഞങ്ങൾക്കന്ന് കിട്ടിയത്. തീരത്തോട് ചേർന്ന് നിൽക്കുന്ന പാറയുടെ ഇടയ്ക്കിലുള്ള പായലുകളാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം. ഏകദേശം മത്തിയുടെയും അതുപോലെ തന്നെ അയലയുടെയും ഇടയിലുള്ള ഒരു ശരീരഘടനയാണ് ഇവറ്റകൾക്കുള്ളത്. രുചിയാകട്ടെ കിളിമീൻ്റെ മാംസത്തിനേക്കാളും മൃദുലമായ മാംസശൈലി ആയതുകൊണ്ട് തന്നെ കറി വയ്ക്കാനോ വറുക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ അത്തരം മത്സ്യത്തിനോട് ഇവർക്കാർക്കും താല്പര്യമില്ല. അയർലൻഡിൽ ഇപ്പോൾ 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഇരുൾ വീണ് തുടങ്ങുന്നതേ ഉള്ളൂ. മീൻപിടുത്തത്തിൻ്റെ ലഹരിയിൽ സമയം പോയതറിഞ്ഞതേയില്ല. കിട്ടുന്ന മീൻ മുഴുവനും ഇത്തരത്തിലുള്ള മീനായതുകൊണ്ട് തന്നെ ഒരു മുഷിപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ തുടർന്നുള്ള മീൻപിടുത്തത്തിൽ എന്തെങ്കിലും നല്ലത് കിട്ടുമോ എന്നുള്ള പരീക്ഷണത്തിലായിരുന്നു ഇതുവരെ. പക്ഷേ സമയം അതിക്രമിച്ചതിനാൽ മടക്കയാത്രയിലേക്ക് ഞങ്ങൾ കടന്നു. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 മണിക്കൂർ മാത്രമാണ് ഞങ്ങൾ അവിടെ ചിലവഴിച്ചത്. എന്നിരുന്നാൽ തന്നെയും ഈ യാത്ര അയർലൻഡിൽ വന്നതിന് ശേഷം ഒരു പിടി നല്ല ഓർമ്മകളിലേക്ക് ചേർത്ത് വയ്ക്കപ്പെട്ടു. മടക്കയാത്രയ്ക്കിടയിൽ ബിനുരാജിൻ്റെ വീട്ടിലേക്ക് ഒന്ന് കയറി കൈകാലുകൾ നന്നായി സോപ്പിട്ട് കഴുകി. അതിനുശേഷം ബിനുരാജ് നന്നായി ഫ്രൈ ചെയ്ത 3-4 മീനുകൾ രുചിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പഠിച്ച തൊഴിലിനെ ബഹുമാനിച്ചുകൊണ്ട് ആ തൊഴിലിൻ്റെ പ്രാവീണ്യം തുടരുന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള രുചിഭേദം. സമയം ഏറെ വൈകിയതിനാൽ ബിനുരാജിനോട് ടാറ്റ പറഞ്ഞ് വീണ്ടും യാത്ര തുടർന്നു. ഏകദേശം 10-10:30 ഞങ്ങൾ വീട്ടിലെത്തി. പിടിച്ചു കൊണ്ടുവന്ന ആ മീനിൻ്റെ ഒരു പങ്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലും വീട്ടിലെത്തിയപ്പോൾ കുളിച്ച് ഉറക്കത്തിൻ്റെ മൂടിലിരിക്കുന്ന അവരെ ശല്യം ചെയ്യാതിരിക്കാൻ പിറ്റേ ദിവസത്തേക്ക് അത് കരുതി വെച്ചു.